ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഈ ഒരു സ്നേഹബന്ധത്തില് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഈ ഒരു സ്നേഹത്തെ, ഈ ഒരു ബന്ധത്തെ എങ്ങനെയാണ് അവർ നോക്കി കാണുന്നത്, എങ്ങനെയാണ് അവർ ഈ ഒരു കാര്യത്തിനെ വിലയിരുത്തുന്നത്, അവരുടെ മനസ്സിലുള്ള ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയും അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്നേഹത്തെ കുറിച്ചും ഒക്കെ അവരുടെ മനസ്സിലുള്ള ഒരു കാഴ്ചപ്പാട് കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ ഇപ്പൊ എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ, അവരുടെ മനസ്സിലുള്ള ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവാത്ത കൊണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ല ഒരു ഗൈഡൻസും അതുപോലെ തന്നെ നല്ലൊരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണൽ റീഡിംഗ് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഇതിന്റെ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സ്ആപ്പ് നമ്പർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽസ് റീഡിംഗും ആണ്. നിങ്ങൾ എപ്പോഴൊക്കെയാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോഴൊക്കെയും ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നതാണ്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന ടൈമിൽ പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ മാക്സിമം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത് കാണുന്ന ടൈമിൽ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത മൊമെന്റ്സും അതുപോലെ തന്നെ ഇനി മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ആ ഒരു കാര്യങ്ങളും എല്ലാം നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു സ്നേഹബന്ധത്തെ കുറിച്ചിട്ട് പോസിറ്റീവായിട്ട് മാത്രം നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ഈ ഒരു വീഡിയോ ആയിട്ട് കണക്ട് ആവുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Laziness, moment to moment, nothingness, comparison, ordinaries, harmony, thunderbolt. The lovers, isolation, postponement, patience, the souls, sorrow, abundance. പാസ്റ്റ് ലീവ്സ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് കുറച്ച് ഒറാക്കിൾ കാർഡ് കൂടെ നോക്കാം. നൊസ്റ്റാൾജിയ, മെമ്മറീസ്, കോൾഡ് കൺട്രോൾ, അട്രാക്ട്, സെൽഫ് കെയർ എനർജി, distance, present attracting, action. ഹൈ വൈബ്രേഷൻ ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് മേ ബി ഈ ഒരു ടൈമിൽ ഒരു ഐസൊലേഷൻ പീരീഡിൽ കൂടെ പോകുന്ന ഒരു അവസ്ഥയായിരിക്കാം. പ്രത്യേകിച്ച് ഒരു രീതിക്കും ഒരു ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ചിലപ്പോൾ ഒരു പൂർണ്ണമായിട്ടും ബ്രേക്കപ്പ് ആയി നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഓൺ ആൻഡ് ഓഫോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കാം. കംപ്ലീറ്റ്ലി ഒരു അടർന്നു പോയിരിക്കുന്ന ഒരു ബന്ധം ആയിരിക്കില്ല. എങ്കിൽ പോലും
പ്രത്യേകിച്ച് ഒരു ഗ്രോത്തും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു നിങ്ങളെ കുറിച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണെങ്കിലും അവർ ചിന്തിക്കുന്ന ആ ഒരു കാര്യങ്ങൾ, അവരെങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ കുറിച്ചിട്ട് അവരെന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ലൈഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ലൈഫിൽ ഒരു ഇരുളടഞ്ഞ ഒരു അധ്യായം, ഒരു പാസ്റ്റ് നിങ്ങളുടെ പേഴ്സണ് തീർച്ചയായിട്ടും ഉള്ള ഒരു വ്യക്തികൾ തന്നെയാണ്. ആ ഒരു ഇരുളടഞ്ഞ പാസ്റ്റിൽ ഒരു വെളിച്ചം നൽകിക്കൊണ്ടിട്ട് അവരെ പുറത്തേക്ക് കൊണ്ടുവന്നത് തീർച്ചയായിട്ടും നിങ്ങളായിരിക്കാം. അവരുടെ ആ ഒരു ലേസ്നെസ് മൂഡിൽ നിന്നും അവരെ പുറത്തേക്ക് കൊണ്ടുവന്നത് നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തികൾ തന്നെയായിരിക്കാം. പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരുപാട് ഫൈറ്റിംഗ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. പല കാരണങ്ങൾ കൊണ്ടിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ നിറഞ്ഞ് മാറിപ്പോയിരിക്കുന്ന ഒരു ബന്ധമാണ് നിങ്ങളുടേത്. ചിലവരുടെ കേസിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. എന്നാൽ പോലും കൂടുതലായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്മിൽ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ ബന്ധത്തിൽ വന്നിട്ടുണ്ട്. അകാരണമായിട്ടുള്ള ചിന്തകളും അകാരണമായിട്ടുള്ള ഭയങ്ങളും കൊണ്ടിട്ട് അടർന്നു മാറി നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് നിങ്ങളുടേത്. ആ ഒരു എനർജിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ നോക്കുമ്പോൾ ഇവിടെ കാണിക്കുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളായിട്ട് ഈ ഒരു പേഴ്സണെ കോൺടാക്ട് ചെയ്യാൻ പല രീതിക്ക് ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. ഇവർ ആ ഒരു ടൈമിലൊന്നും തന്നെ നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യുവാനോ അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കാനോ ഒന്നും തന്നെ ശ്രമിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. മാത്രമല്ല ചിലപ്പോൾ അവരായിട്ട് തന്നെ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടും ഉണ്ടായിരിക്കാം. നിങ്ങൾ ഒരുപക്ഷെ കുറേ നാളുകളോളം അല്ലെങ്കിൽ കുറേ ദിവസങ്ങളോളം ഒക്കെ പുറകെ അവരുടെ പുറകെ ബെഗ് ചെയ്തൊക്കെ നടന്നിട്ടുണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പിനെ ഒന്ന് തിരിച്ചു പിടിക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിട്ട്. പക്ഷെ ആ ഒരു ടൈമിലൊന്നും തന്നെ ചിലപ്പോൾ അവർ മൈൻഡ് ചെയ്യാത്തതിനെ തുടർന്ന് ഇപ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു റിയാലിറ്റിയുമായിട്ട് മനസ്സുകൊണ്ടിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ പോലും നിങ്ങൾക്ക് ആ ഒരു മാറ്റങ്ങൾ നിങ്ങളിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു പടി ബാക്കിലേക്ക് ചിന്തിച്ചു തുടങ്ങി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലോകത്തിലേക്ക് മാത്രമായിട്ട് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ. മനസ്സിന്റെ ഒരു കോണിൽ ഇരുന്നു കൊണ്ടിട്ട് ഇപ്പോഴും നിങ്ങളുടെ മനസ്സ് വിങ്ങുന്ന ഒരു സമയം തന്നെ ആയിരിക്കാം. എങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ, നിങ്ങളുടെ ആ ഒരു എനർജി ഒക്കെ നിങ്ങൾ ഒരു വിധത്തിൽ വളരെയധികം വേദനകൾ സഹിച്ചാണ് എങ്കിൽ പോലും നിങ്ങൾ ആ ഒരു ഹൈ വൈബ്രേഷനിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നുണ്ട്. നിങ്ങളൊരു ഹീലിംഗ് നിങ്ങൾക്ക് തന്നെ നടത്തിയിട്ടുണ്ട്. കാരണം മുന്നോട്ട് ജീവിച്ചേ മതിയാകൂ എന്നൊരു ചിന്ത തന്നെ ആയിരിക്കാം ഒരു പക്ഷെ നിങ്ങളെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെക്കുറിച്ചാണെങ്കിലും ഈ ഒരു ബന്ധത്തെക്കുറിച്ചിട്ടാണെങ്കിലും അവരിപ്പോൾ വിലയിരുത്താൻ തുടങ്ങിയിരിക്കുന്നത് അവർക്ക് നിങ്ങളോടൊരു ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരു പ്രണയം, അതുപോലെ തന്നെ അട്രാക്റ്റ് ആണ്. ഒരു അട്രാക്ഷൻ ഒക്കെ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഇതുവരെ അവർ ഒരു ആക്ഷനും എടുക്കാതെ ഒരു ലേസ്നെസ് മൂഡിലാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ആക്ഷനും എടുക്കാൻ തയ്യാറാകാതെ അവർ കുറച്ചൊരു സ്വാർത്ഥതാ മനോഭാവത്തോടു കൂടി ഒരു ഈഗോയിസം കാണിച്ചിട്ട് ഞാനെന്ന ഭാവത്തിലൊക്കെ ഇരുന്ന വ്യക്തികളായിരിക്കും. നിങ്ങളായിട്ട് തന്നെ പുറകെ വരട്ടെ, അല്ലെങ്കിൽ ഇത് പോണെങ്കിൽ എനിക്ക് ഒന്നുമില്ല എന്നൊക്കെ ഒരു രീതിയിലായിരിക്കാം നിങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നതും. അതുപോലെ തന്നെ നിങ്ങൾ എത്ര പുറകെ നടന്നിട്ടും അവർ മൈൻഡ് ചെയ്യാതിരിക്കുന്നത്. കാരണം നിങ്ങൾ വീണ്ടും വീണ്ടും വരുമെന്നുള്ളൊരു ചിന്തയിൽ തന്നെയായിരിക്കും അവർ ഇരുന്നത്. അവരെ പുറത്തേക്ക് കൊണ്ടുവന്നത് ആ ഒരു രീതിയിലേന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരുപാട് വേദനയിൽ ഇരുന്ന സമയത്ത് അവരെ ആ ഒരു പീരീഡിൽ നിന്ന്, ആ ഒരു ഡാർക്ക് പീരീഡിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തികൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു പുറത്തേക്ക് കടന്നതിന് ശേഷം ഇവരുടെ ക്യാരക്ടറിലോ കാര്യങ്ങളിലോ ഒക്കെ ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പരിചയപ്പെട്ട സമയത്ത് ഒരു പേഴ്സൺ ആയിരിക്കില്ല പിന്നീട് അങ്ങോട്ട് നിങ്ങൾ കാണേണ്ടി വന്നിരിക്കുന്നത്. അപ്പോഴേക്കും പക്ഷെ നിങ്ങൾ ഈ ഒരു വ്യക്തിയിലേക്ക് പൂർണ്ണമായിട്ടും അഡിക്റ്റ് ആയിട്ട് മാറിയിട്ടും ഉണ്ടായിരിക്കാം. അത് തന്നെയാണ് അവർ മുതലെടുത്തിരിക്കുന്നത്. മുതലെടുക്കുക എന്ന് പറയുമ്പോഴേക്കും അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് സ്നേഹമുണ്ട്. പക്ഷെ നിങ്ങൾ ഒരിക്കലും വിട്ടു പോകില്ല എന്നൊരു അമിതമായ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഇങ്ങനെ ഒരുപാട് അവോയ്ഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നിരന്തരമായിട്ടുള്ള ഒരു അവോയ്ഡിങ്ങും കാര്യങ്ങളും പിന്നെ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ കൂടെ വന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇതിൽ നിന്ന് മാറിപ്പോയിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടേതായ ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങൾ എനർജി സംഭരിച്ചിട്ട് ആ ഒരു ഹൈ വൈബ്രേഷനിലേക്ക് എത്തിയ ഈ ഒരു ടൈമിൽ അവര് നിങ്ങളെ ഒരുപാട് വാച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ അവർ സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അറിയാതെ അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു മാറ്റം നിങ്ങളുടെ പേഴ്സണിൽ ഒരു ഞെട്ടൽ ഉളവാക്കിയിട്ടുള്ളതായിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ഞെട്ടൽ ഉളവാക്കി എന്ന് പറയുമ്പോഴേക്കും അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല ഇനിയിപ്പോ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ബാക്കിലേക്ക് പോയതാണോ, ഇനി അല്ല നിങ്ങൾക്ക് ഇവരെ വേണ്ട, കംപ്ലീറ്റ്ലി നിങ്ങൾ വേണ്ടാന്ന് വെച്ചിരിക്കുന്നതാണോ, ഇത്രയും നാൾ നിങ്ങൾ പുറകെ വന്നുകൊണ്ടിരുന്നവർ പെട്ടെന്ന് ഇപ്പൊ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ടൈമിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങളെ കൂടുതലായിട്ട് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഹൈ വൈബ്രേഷൻ
നിങ്ങളുടെ ആ ഒരു എനർജി, ഹൈ വൈബ്രേഷൻസ്, നിങ്ങൾക്ക് വന്നിരിക്കുന്ന ആ ഒരു മാറ്റങ്ങളെല്ലാം ഈ ഒരു പേഴ്സണെ നിങ്ങളിലേക്ക് വളരെയധികം ഒരു അട്രാക്റ്റീവ് ആയിട്ട് അവർക്ക് തോന്നുകയാണ്. അവർക്ക് നിങ്ങളിലേക്ക് അടുക്കാനായിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ടൊന്ന് വീണ്ടും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് റിലേഷൻഷിപ്പിനെ ഒരു പാച്ചപ്പ് ചെയ്തിട്ട് നല്ല രീതിക്ക് കൊണ്ടുവരാനായിട്ടാണെന്നുണ്ടെങ്കിലും അവർക്ക് ഒരു ആഗ്രഹം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ അവർക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഒക്കെ വന്നു തുടങ്ങിയിരിക്കുന്നത് ഈ ഒരു ടൈമിലാണ്. ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ചിലപ്പോൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഒരുപാട് കാത്തിരുന്നിട്ടും നിങ്ങൾക്ക് ആ ഒരു വേദന മാത്രം ലഭിച്ചതിനെ തുടർന്ന് നിങ്ങളുടെ സിറ്റുവേഷൻസ് കൊണ്ടിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ഇതിനെ ഈ ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് നല്ല രീതിയിലേക്ക് എത്തിക്കാനായിട്ട് അതിന്റെ ഒരു സോഴ്സ് തേടിയിട്ട് അലയുകയാണ്. കാരണം അവരിപ്പോ ഈ റിലേഷൻഷിപ്പിനെ കാണുക എന്ന് പറയുന്നത് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവരുടെ ഒരു ടൈമിൽ അവർ വേദനിച്ചിരുന്ന ആ ഒരു സമയത്ത് നിങ്ങളായിട്ടാണ് അവരെ ഇതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതിനേക്കാൾ ഭീകരമായിട്ട് ഈ ഒരു person അനുഭവിച്ചിട്ടുണ്ട്. തീർത്തും ഒരു ഇരുളടഞ്ഞ ജീവിതം തന്നെയാണ്. ഒന്നും ചിന്തിക്കാനോ ഒന്നും പ്രവർത്തിക്കാനോ ഒന്നും പറ്റാതെ ഒരു freeze ആയിട്ടുള്ള life ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു freeze ആയിട്ടുള്ള life ൽ നിന്നും ആ ഒരു മഞ്ഞുകട്ടയെ എല്ലാം ഉരുക്കി എടുത്തിട്ട് അതിനെ ഒരു പഴയ രീതിയിലേക്ക് എല്ലാ രീതിക്കും ഒരു feelings ലേക്ക് എത്തിക്കാനായിട്ട്, feelings എന്ന് പറയുമ്പോൾ സങ്കടമാണെന്നുണ്ടെങ്കിലും സന്തോഷമാണെന്നുണ്ടെങ്കിലും എന്ത് രീതിക്കാണെന്നുണ്ടെങ്കിലും അതിനെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടിരിക്കുന്ന ആ ഒരു കാര്യം ഇപ്പൊ ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് വളരെയധികം ബഹുമാനവും അതുപോലെ ഒരു attraction ഉം ഒക്കെ തോന്നുന്നുണ്ട്. ഇവർ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്ത് ഒരുപക്ഷെ ഭയങ്കരമായിട്ട് fight ചെയ്യുന്ന വ്യക്തികളൊക്കെ ആയിരിക്കാം. ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് പോലും നിങ്ങളോട് ഭയങ്കരമായിട്ട് തട്ടിക്കയറുകയും നിങ്ങളെ ഒരു blame ചെയ്യുന്ന രീതിക്കുള്ള character കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഈ ഒരു ടൈമിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അവർക്ക് ആ ഒരു patience ഒക്കെ കൈവന്നിട്ടുണ്ട്. ഇവർ സത്യം എന്താണ് എന്നുള്ളതും ഇവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതും ഒക്കെ ഈ ഒരു ടൈമിൽ തിരിച്ചറിയുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ value മനസ്സിലാകുന്നുണ്ട്. അവരുടെ life നെ സംബന്ധിച്ചിടത്തോളം അതിനെ ഒന്ന് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ഒരുപാട് help ചെയ്തിട്ടുണ്ട്. ഒരു സമയത്ത് അവർ ഒരു isolation period ലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. freeze ആയിട്ടും ആണെന്നുണ്ടെങ്കിലും തീർത്തും ഒരു ഏകാന്തമായ ഒരു അവസ്ഥ. ഒരു hermit energy ലൂടെ പോയ വ്യക്തികളാണ് നിങ്ങൾ. sorrow യോടെ വന്നിരിക്കുന്നത്. നിങ്ങളല്ല, നിങ്ങളുടെ person. അപ്പൊ ആ ഒരു person അങ്ങനത്തെ പോയിരിക്കുന്ന ആ ഒരു time ലൊക്കെ നിങ്ങൾ കൊടുത്തിരുന്ന ആ ഒരു caring ആണെന്നുണ്ടെങ്കിലും ആ ഒരു supporting ആണെന്നുണ്ടെങ്കിലും അവരുടെ life ൽ അവരൊരു പുതിയ മനുഷ്യനായിട്ട് പുറത്തേക്ക് വരാനായിട്ട് വലിയ ഒരു കാരണമായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ അവര് നിൽക്കുന്ന situation ൽ ഇപ്പൊ third party situation ഒക്കെ ആയിട്ട് പോയിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെ cheat ചെയ്തിട്ടൊക്കെ പോയി വേറൊരു സ്ഥലത്ത് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ comparison ആണ്. അവർ നിൽക്കുന്ന situation ഉം അവർ അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും അവർ നേരത്തെ അനുഭവിച്ച ഒരു അവസ്ഥയും എല്ലാം compare ചെയ്ത് നോക്കിയാണ്. അങ്ങനെ ഒരു comparison അവരിലേക്ക് വരുമ്പോൾ അവർക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അവർ നേരിടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഒറ്റപ്പെടൽ തന്നെയാണ്. ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോഴേക്കും അവർക്കൊരു വേദനയാണ് ഈ ഒരു time ൽ വരുന്നത്. നിങ്ങളെ അവർക്ക് അത്രത്തോളം miss ചെയ്യുന്നുണ്ട്. moment to moment ആണ്. ഓരോ നിമിഷവും അവർ നിങ്ങളുടെ ഒരു ഓർമ്മയിലാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ആ ഒരു value ഉം അതുപോലെ തന്നെ നിങ്ങളോട് ചെയ്തത് കുറച്ച് കൂടുതലായി പോയി എന്നൊരു ചിന്തയും നിങ്ങളുടെ person ൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു comparison ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവർ ഈ ഒരു reality യുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് maximum ശ്രമിക്കുന്നുണ്ട്. ചിലവരുടെ case ൽ ഞാൻ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ പൂർണ്ണമായിട്ട് move on ചെയ്തൊക്കെ പോയിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ person നിങ്ങൾ ചിലപ്പോൾ contact ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. contact ചെയ്യാൻ ശ്രമിച്ചിട്ടും ചിലപ്പോൾ നിങ്ങൾ no ഇനിയിപ്പോ താല്പര്യം ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ അത്രയും വേദന സഹിച്ചിട്ട് മുന്നോട്ടേക്കൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ person നിങ്ങളുടെ നഷ്ടം എന്ന് പറയുന്നത് അവർക്ക് തീർത്തും ഒരു വലിയ നഷ്ടം തന്നെയാണ്. അല്ലെങ്കിൽ അവരുടെ life ന്റെ ഒരു വലിയ part പോയി എന്ന് തന്നെയാണ് അവർ കാണിക്കുന്നത് ഇവിടെ കണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന energy അങ്ങനെ തന്നെയാണ്. ഇനി എന്താണ് അവർക്ക് മുന്നോട്ടേക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ല. പക്ഷെ ഒരു source കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളുടെ person ഇപ്പോൾ maximum ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ബന്ധത്തിനെ ഏതെങ്കിലും രീതിയിൽ ഒരു abundance, ഒരു സന്തോഷവും സമൃദ്ധിയും ഇതിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. Thunderbolt ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ life ൽ അപ്രതീക്ഷിതമായിട്ട് അവർക്കൊരു തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. അവർ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ആ ഒരു തിരിച്ചടി അവർ എന്തായാലും ഈ ഒരു universe ൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട്. അവർക്കൊരു വലിയ തിരിച്ചടി നേരിട്ടിട്ടുമുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് അവർക്ക് നിങ്ങളുടെ ആ ഒരു vibration കാര്യങ്ങളൊക്കെ അവരിലേക്ക് കൂടുതലായിട്ട് attract ആകുന്നത്. അവർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അവരുടെ തല ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ chakras ഒക്കെ പൂർണ്ണമായിട്ടും blocked ആയിരുന്നിരിക്കാം. എന്നാൽ ഈ ഒരു time ൽ അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ചിട്ട്. നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്ന ആ ഒരു സ്നേഹം, caring, ആ ഒരു support, ആ ഒരു unconditional love എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ ഒരു unconditional love ആണ് ഇവർക്ക് miss ചെയ്യുന്നത്. ജീവിതത്തിൽ ഇനി ഒരിക്കലും ഒരുപക്ഷെ അവരെ ഇതുപോലെ സ്നേഹിക്കാനായിട്ട് അവരുടെ life ൽ ആരും തന്നെ വരില്ല എന്നൊരു തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്ക് വരുന്നുണ്ട്.
ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഒറ്റപ്പെടലിൽ നിന്നും എത്രയും വേഗം ഒരു മാറ്റം വേണം. നിങ്ങളുമായിട്ട് തന്നെ ഒരു റിയൂണിയൻ വേണം, അല്ലെങ്കിൽ ഒരു റീബർത്ത് റിലേഷൻഷിപ്പിന് സംഭവിക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുകയാണ്. അവരായിട്ട് തന്നെയാണ് ഈ ഒരു ബന്ധത്തിനെ ഇത്രത്തോളം നിങ്ങൾ അവരുടെ പുറകെ നടന്നിട്ടും പോസ്റ്റ്പോൺമെന്റ് ചെയ്തിട്ട് നീട്ടി നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ഒരുപാട് പ്രാവശ്യം ഇതിനെ ഒന്ന് പാച്ചപ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. അന്നേരം ആ ഒരു ടൈമിൽ ഒന്നും ഇവരൊരു ലേസ്നെസ് മൂഡായിട്ട് ഇരുന്നിട്ട് നിങ്ങളുടെ ഈ ഒരു കാര്യത്തിന് വേണ്ട താല്പര്യം ഇല്ലാന്നോ, അല്ലെങ്കിൽ ഇനി സംസാരിക്കേണ്ട, കുറച്ച് അവർക്ക് ഇനിയും ടൈം വേണമെന്നോ, അങ്ങനെ പല പല കാരണങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്തിരിക്കുന്ന വ്യക്തികളാണ്. ആ ഒരു അവോയ്ഡിങ് ചെയ്തിരിക്കുന്നതിന്റെയൊക്കെ കുറ്റബോധം ഇപ്പൊ എന്തായാലും നിങ്ങളുടെ പേഴ്സണിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വീണ്ടും അവർ എന്ത് അവസ്ഥയിലാണോ നിങ്ങളിലേക്ക് എത്തിപ്പെടുന്ന സമയത്ത് ഉണ്ടായിരുന്നത്, അതേ ഒരു ഡാർക്ക് ആയിട്ടുള്ള മൊമെന്റിലേക്ക് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചെന്ന് വീണിരിക്കുന്നത്. ആ ഒരു ചെന്ന് വീണിരിക്കുന്ന ടൈമിൽ അവർക്ക് എന്തായാലും ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ അവരിൽ നടക്കുന്നുണ്ട്. അവർക്കൊരു പേഷ്യൻസ് ഒക്കെ കൈവരുന്നുണ്ട്. ഇപ്പോഴാണ് അവർ ക്ഷമിക്കണം, ക്ഷമയൊക്കെ എന്ന് പറയുന്ന ഒരു വാക്കിന്റെയൊക്കെ അർത്ഥം എന്താണെന്നുള്ളത് വീണ്ടും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നത്. ചില വ്യക്തികൾ അങ്ങനെയാണ്, ലൈഫിൽ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ഒന്നും പണി കിട്ടിയാലായിരിക്കില്ല പഠിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു തിരിച്ചടി അവരുടെ ലൈഫിൽ നേരിട്ടിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് ഒരുപാട് കെയറിങ്ങും സപ്പോർട്ടും കൊടുത്തിട്ട് അവർ ആ ഒരു പീരീഡിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അതേ പാമ്പിന് വിഷം കൊടുക്കുന്ന പാല് കൊടുക്കുക എന്ന് പറയുന്ന പോലെ അവർ തന്നെ നിങ്ങളെ തിരിഞ്ഞു കൊത്തിയിട്ട് വീണ്ടും പോയിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ പോയ ഒരു ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ആ ഒരു കർമ്മ നേരിടേണ്ടി വരും. അതിനുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു രീതിയിലോട്ടൊക്കെ വിട്ടിട്ട് പോയ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അവർക്ക് ആ ഒരു തിരിച്ചടി അവർ നേരിട്ടിട്ടുണ്ട്. അപ്പൊ അവർ എവിടെ നിന്നാണോ നിങ്ങളിലേക്ക് എത്തിയത് അതേ സ്ഥലത്ത് തന്നെ ഈ ഒരു പ്രപഞ്ചം അവരെ വീണ്ടും കൊണ്ടുപോയി എത്തിച്ചിരിക്കുകയാണ്. അത് തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സിന്റെ പവർ എന്ന് പറയുന്നത്. ഇപ്പൊ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടാ നിൽക്കുന്നത്. ഇപ്പൊ തേർഡ് പാർട്ടിയുടെയൊക്കെ മറ്റൊരു റിലേഷൻഷിപ്പ്, നിങ്ങളുമായിട്ടുള്ള ബന്ധം മുന്നോട്ടേക്ക് പോകവേ മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് എത്രത്തോളമാണോ വേദനിച്ചിരുന്നത്, ഇപ്പൊ അവർ തീർത്തും ഒറ്റക്കാണ്. ഇപ്പൊ അവരുടെ കൂടെ തേർഡ് സിറ്റുവേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അവരുടെ ഓർമ്മകൾ പൂർണ്ണമായിട്ടും പാസ്റ്റ് ലൈഫിലാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എത്രത്തോളം മനോഹരമായിരുന്നു അത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനൊന്ന് പാച്ചപ്പ് ചെയ്തിട്ട് അവരാൽ കഴിയുന്ന രീതിയിൽ ആ ഒരു ടൈമിൽ തന്നെ ശ്രമിക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു ചിന്തകളൊക്കെ അവരുടെ ഉപബോധ മനസ്സിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അവർക്ക് ഇത് എങ്ങനെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതെന്ന് അറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോയിങ് ഡൗൺ ആണ് കാണിച്ചിരിക്കുന്നത്. ഒരു സമയത്ത് അവർ മനഃപൂർവ്വം ലേസിനെസ് കാണിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്കായിട്ട് അവർ എന്തൊക്കെ ചെയ്തിട്ടും ചിലപ്പോൾ ഇതൊന്നും പാച്ചപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ഭയം നിങ്ങളിലേക്ക് എത്തുന്ന കാര്യത്തിൽ ഒരു തടസ്സമായിട്ട് ഇപ്പൊ നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്ന കാര്യത്തിൽ ഇവർക്ക് തീർച്ചയായിട്ടും ഒരു ഉൾഭയം നിൽക്കുന്നുണ്ട്. ഒരു ആകെപ്പാടെ സൈലന്റ് ആണ്. ഇവരെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഇവരുടെ ആ ഒരു ഇമോഷൻസ് എല്ലാ രീതിക്കും കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു ഫൈറ്റിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ ഇവരുടെ വായിൽ നിന്ന് ഒരുപാട് വാക്കുകൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഇവരെ വിശ്വസിച്ച് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഒരുപക്ഷേ നിങ്ങളുടെ ഈ ഒരു വഴക്ക് കാര്യങ്ങളൊക്കെ നടന്നപ്പോഴേക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഹേർട്ട് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. ഇതിലെല്ലാം ഇവർക്ക് ഇപ്പോൾ ഒരുപാട് കുറ്റബോധമുണ്ട്. ഇവർക്ക് ഒരു പുതിയ ന്യൂ വിഷൻ ആണ്. ആ ഒരു ന്യൂ വിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു കാഴ്ചപ്പാട് ഇവർക്ക് കൈ വന്നിട്ടുണ്ട്. ഇവർ ചെയ്ത കാര്യങ്ങളെല്ലാം ഇവർക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇവരാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഇങ്ങനെയൊക്കെ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരാൽ കഴിയുന്ന രീതിയിൽ മാത്രമാണ് ഇനി ഈ ബന്ധത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നുള്ളത് ഇവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ ചിലവർക്കൊന്നും ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് തയ്യാറായിട്ടുണ്ട്. കാരണം അവരുടെ ഒരു ഇന്നർ വോയിസ്, അവർ നിൽക്കുന്ന ഇപ്പോഴത്തെ ഈ ഒരു സോറോ എനർജിയിൽ, ഈ ഒരു ഹെർമിറ്റ് എനർജിയിൽ അവരുടെ ഒരു ഉപബോധ മനസ്സ് അവരിലേക്ക് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ ഒരു രണ്ട് മുഖമായിട്ടുള്ള കാഴ്ചപ്പാടിലാണ് ഇനിയും അവർ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരു സക്സസിലേക്ക് പോവുകയില്ല. കംപ്ലീറ്റ്ലി ഇപ്പോൾ തന്നെ ഇതൊരു 90% ഓളം ഒരു പക്ഷെ ഒരു ആടി ഉലയുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇനിയും അവർ ഇതേ രീതിക്കാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവരിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നാണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി ടേണിംഗ് ആണ്, മാറിപ്പോയിട്ട് ബ്രേക്ക് ത്രൂ ആ ഒരു നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ബാക്കി കാര്യങ്ങൾ കൂടെ പൊട്ടിച്ചിതറി പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലായിരിക്കുന്നത് കൊണ്ടിട്ട് ഇവർക്ക് ആ ഒരു മെച്യൂരിറ്റി ഇവരിലേക്ക് കൈവന്നിരിക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഇവർ ഈ ഒരു ടൈമിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ ഒരു ചിന്തകൾ എന്ന് പറയുന്നത് ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കി എടുക്കാനുള്ള ഒരു സോഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ ഒരു സോഴ്സ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോഴേക്കും ഇവർക്ക് ആ ഒരു കോൾഡ് പീരീഡിലാണ് ഇവർ ഇരിക്കുന്നത്, ഐസൊലേഷൻ പീരീഡിലാണ് ഇരിക്കുന്നത്. സൈലന്റ് ആയിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണ്. ഫീലിങ്സ് എല്ലാം തന്നെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എനർജിയാണ്.
മറ്റൊരു മുഖം, രണ്ട് രീതിയിലുള്ള മുഖം എന്ന് പറയുമ്പോഴേക്കും കബളിപ്പിക്കുന്ന മുഖമല്ലാതെ നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ അവർ നിൽക്കുന്നതെന്ന് പറയുന്നത് ഒരുപാട് സങ്കടവും വിഷമവും ഒക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിനെയെല്ലാം തന്നെ പുറത്തേക്ക് കാണിക്കാതെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ ഒരു എനർജി ലെവൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു എനർജി ലെവൽ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പതുക്കെ മാറിയിട്ടുള്ള വ്യക്തികളുടെ എനർജി തന്നെയാണ് കൂടുതലായിട്ട് കാണുന്നത് ട്ടോ. ആ ഒരു എനർജിയാണ് കൂടുതലായിട്ട് കിട്ടുന്നതും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരുന്ന കാര്യത്തിലാണെങ്കിലും ഒരുപാട് ഉൾഭയം നിൽക്കുന്ന പേഴ്സന്റെ എനർജിയാണ് കാണുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ഈ റീഡിംഗ് കാണുന്ന വ്യക്തികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ഉൾഭയം ഉണ്ട്. അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന പേഴ്സൺ തന്നെയാണ്. പക്ഷേ തിരിച്ചു വരവ് എന്ന് പറയുന്നത് ഇനി ഒരു വേദന തരുന്ന വരവാണെന്നുണ്ടെങ്കിൽ അവർ വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്നവരായിരിക്കാം നിങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടേതായ ഒരു സെൽഫ് കെയറിലേക്ക് മാറിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചെത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾ ആ ഒരു കാത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ്. പക്ഷെ അതൊരു വേദനാജനകമായ സിറ്റുവേഷൻ ഇനിയും നിങ്ങൾക്ക് തരാനാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ട എന്നുള്ള രീതിക്ക് തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോൺടാക്ട് ഒന്ന് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഈ ഒരു ഭയത്തിന്റെ കാര്യവും എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടിട്ട് ഇതിനെ എങ്ങനെയാണ് ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് അവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് അവർ സൈലന്റ് ആയിട്ട് നിങ്ങളെ ഒബ്സർവ് ചെയ്യുകയും അവരുടെ ഫീലിങ്സ് എല്ലാം തന്നെ ഇപ്പൊ നിയന്ത്രിച്ച് പിടിച്ചിട്ട് ഇതിനെ എങ്ങനെ നിങ്ങളിലേക്ക് ശരിയാക്കി എടുക്കാം എന്നൊരു ചിന്തയിൽ വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു ടൈമിൽ എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളിലേക്ക് വളരെയധികം ഒരു പാഷൻ, ഒരു ഭയങ്കരമായ ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്. അതിപ്പോ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും മെന്റലി ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്റ്റ് ആവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ക്യാരക്ടറും അതിൻ്റെ ഉള്ളൊരു കാരണം തന്നെയാണ്. ഇത്രത്തോളം നിങ്ങൾ അവർക്ക് ഒരു വാല്യൂ കൊടുത്തിരുന്നു എന്നുള്ള ഒരു കാര്യങ്ങളെല്ലാം ഇവരിലേക്ക് തിരിച്ചറിയുന്ന ഒരു സമയം വന്നപ്പോൾ ഒരു 80% അല്ലെങ്കിൽ 90% അവരുടെ കൈവിട്ട് തന്നെ പോയി നിൽക്കുന്ന ഒരു അവസ്ഥയാണത്. നൊസ്റ്റാൾജിയാണ്. അവരിപ്പോഴും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു പാസ്റ്റിലാണ് നിൽക്കുന്നത്. മെമ്മറീസ് ആ വന്നിരിക്കുന്നത്. അവർക്ക് നിങ്ങൾ കൊടുത്ത ആ ഒരു കെയറിങ് ആണെന്നുണ്ടെങ്കിൽ സ്നേഹം ആണെന്നുണ്ടെങ്കിൽ അതിപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നടക്കുന്ന സമയത്ത് മാത്രമല്ല ഇവർ ആ ഒരു ഒറ്റപ്പെടലിൽ നിന്ന സമയത്ത് ഇവരെ ആ ഒരു വീണ് കിടക്കുന്ന ആ ഒരു ചെളിക്കുണ്ടിൽ നിന്നും പൊക്കിയെടുത്ത് നിങ്ങൾ കൊണ്ടുവരാനായിട്ട് കാണിച്ചിരിക്കുന്ന ആ ഒരു സാഹസം അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടിരിക്കുന്ന ആ ഒരു കാര്യങ്ങള് ഒന്നും തന്നെ ഇവർക്ക് ഇപ്പോ മറക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോഴായിരിക്കാം ഇവരുടെ ഓർമ്മകളിലേക്ക് അതെല്ലാം വന്ന് നിൽക്കുന്നത്. ആ ഒരു കുറ്റബോധമാണ് നിങ്ങളുടെ വ്യക്തിക്കുള്ളത്. ആ ഒരു കുറ്റബോധം ഇവരിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ എന്തായാലും ഒരു decision എടുത്തിരിക്കുന്നത് നിങ്ങളെ എന്തായാലും വിട്ടുകളയരുത് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ life ൽ മുന്നോട്ടേക്ക് വേണം. ഇപ്പൊ എത്രത്തോളം distance എന്ന് പറയുമ്പോഴേക്കും നിങ്ങളൊരു long distance relationship എന്നതിനേക്കാൾ കൂടുതൽ മാനസികപരമായിട്ട് പോലും നിങ്ങൾക്കിടയിൽ ഒരു വലിയ അകൽച്ച ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ ഒരു physical distance ആണെന്നുണ്ടെങ്കിലും mental distance ആണെന്നുണ്ടെങ്കിലും അതിനെ എല്ലാം break through ചെയ്ത് അതിനെ എല്ലാം പൊട്ടിച്ചെറിയണമെന്ന് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. present situation ൽ അവർക്ക് നിങ്ങളോട് തോന്നുന്ന ആ ഒരു attraction എന്ന് പറയുന്നത് അവർ മനസ്സുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പോലും universe നോട് പറയുന്നത് പോലെ തന്നെ അവർ ഈ ഒരു time ൽ നിങ്ങളോട് ആണെങ്കിലും ഒരുപാട് gratitude പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരെ ഇത്രയും നല്ല രീതിയിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളാണല്ലോ. അപ്പൊ നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു value ഇത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് അവരിൽ ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിനെ അവർ നോക്കിക്കാണുന്നത് വളരെ precious ആയിട്ട് തന്നെയാണ്. നിങ്ങൾ എന്ന് പറയുന്നത് അവരുടെ life ൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു precious ആയിട്ടുള്ള ഒരു valuable ആയിട്ടുള്ള ഒരു വസ്തുവാണ് അല്ലെങ്കിൽ ആ ഒരു ജീവിതമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അവർ നിരന്തരമായിട്ട് നിങ്ങളോട് gratitude പറയുന്നുണ്ട് മനസ്സുകൊണ്ടിട്ട്. അവർക്ക് ഈ ഒരു life നിങ്ങൾ തിരിച്ചു കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഈ ഒരു universe ന്റെ അടുത്താണെന്നുണ്ടെങ്കിലും അവർ ഒരുപാട് gratitude പറയുന്നുണ്ട്. ഇനി ഒരു നിമിഷം പോലും ഇതിനകത്ത് പാഴാക്കാനായിട്ട് അവരുടെ കയ്യിൽ ഇല്ല എന്നുള്ളത് അവർക്ക് അറിയാവുന്നത് കൊണ്ട് ഒരു action എടുക്കാൻ തന്നെ നിങ്ങളുടെ വ്യക്തി ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു new opportunity, പുതിയൊരു opportunity നിങ്ങളുടെ കാര്യത്തിൽ അവർക്ക് ഒരു അവസരം വേണം. അതിപ്പോ എന്ത് സാഹസം സഹിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഇതിന്റെ ഒരു growth തന്നെയാണ് അവരുടെ ഒരു ലക്ഷ്യമായിട്ട് കാണിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് adventure ആണ്. എന്ത് രീതിയിലുള്ള സാഹസമാണെന്നുണ്ടെങ്കിലും നേരിടാനായിട്ട് അവരിപ്പോൾ തയ്യാറാണ്. അതിപ്പോ ഒരു ചുട്ട് പൊള്ളുന്ന ഒരു തീയിലേക്ക് എടുത്ത് ചാടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അതിനെല്ലാം അതായത് അത്രത്തോളം നിങ്ങളുടെ വ്യക്തി ഇപ്പൊ തയ്യാറെടുത്ത് നിൽക്കുകയാണ് എന്നുള്ളത് വേണമെങ്കിൽ പറയാം. കാരണം അവർ ഈ ഒരു ബന്ധത്തിനെ ഇപ്പൊ നോക്കി കാണുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായിട്ടും ഒരു cleansing നടന്നിട്ട് അവരെ തന്നെ recharge ചെയ്ത് നിൽക്കുന്ന ഒരു energy ആണ്. ഒരുപാട് സമയം അവരായിട്ട് തന്നെ waste ചെയ്ത് കളഞ്ഞിരിക്കുന്നത് കൊണ്ടിട്ട് ഇനി ഒരിക്കലും നിങ്ങളുടെ ആ ഒരു relationship ൽ ഒരു രീതിയിലുള്ള സമയമാണെന്നുണ്ടെങ്കിലും
ഒന്നും തന്നെ കളയാനായിട്ട് അവർക്ക് താല്പര്യം ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുമായിട്ട് ഒരു യൂണിയൻ വേണം എന്നുള്ളതാണ്. ആ ഒരു ഡിസിഷൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ നോക്കിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ നിങ്ങളെ അവർ എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്കിവിടെ വന്നിരിക്കുന്ന കാര്യങ്ങളിൽ അവർ നിങ്ങളെ നോക്കി കാണുന്നതും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്നതും ഒരിക്കലും വിട്ടു പോകാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങളെ വീണ്ടും പ്രപ്പോസ് ചെയ്യാൻ തന്നെയാണ് അവർ ഇരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടാനായിട്ട് അവർക്ക് സാധ്യമല്ല. അതുപോലെ നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്ന പ്രൊട്ടക്ഷൻ ഇനിയെങ്കിലും സിൻസിയർ ആയിട്ട് ആ ഒരു ഫീലിങ്സ് കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് പ്രകടമായിട്ട് തന്നെ വന്നിട്ട് ലവ് ആൻഡ് സിൻസിയർ ഫീലിങ്സ് വാണ്ട് ടു ടേക്ക് കെയർ ഓഫ് യു ആ വന്നിരിക്കുന്നത്. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുകയും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. പറയാൻ മാത്രമല്ല, അവർ പ്രവർത്തിക്കാൻ കൂടിയാണ്. അതും സിൻസിയർ ആയിട്ട് തന്നെ ആയിരിക്കും ഇനി മുന്നോട്ടേക്ക് നിങ്ങളുടെ ലൈഫിൽ അവർ നിൽക്കുകയുള്ളൂ എന്നുള്ളൊരു സത്യം നിങ്ങളെ എങ്ങനെയെങ്കിലും ബോധ്യപ്പെടുത്തണം. അതിന് വേണ്ടിയിട്ട് എന്താണെങ്കിലും അവർ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. ആ ഒരു ഡിവൈൻ ഗൈഡൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. വെച്ചാൽ ഡിവൈൻ ഗൈഡൻസ് എന്ന് പറയുമ്പോഴേക്കും ഇവരിപ്പോൾ സ്പിരിച്വലി ഒക്കെ ഒരുപാട് കണക്റ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവികപരമായിട്ടുള്ള കാര്യങ്ങളെ വിശ്വസിച്ചിട്ട്, ഈ ഒരു യൂണിവേഴ്സിനെ വിശ്വസിച്ചിട്ടാണ് ഇനി അവർ മുന്നോട്ടേക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. അവരുടെ കൂടെ ഇപ്പോൾ ഉള്ളത് വ്യക്തികളല്ല, മനുഷ്യന്മാരല്ല അസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ കൂടെ നിൽക്കുന്ന ആ ഒരു ദൈവിക ശക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ അവരെ നിങ്ങൾ വിശ്വസിക്കൂ എന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ സെപ്പറേഷൻ നമുക്കിവിടെ കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങളിപ്പോൾ മാരേജ് കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ ഒരു ഡിവോഴ്സിലേക്കൊക്കെ എത്തുന്ന ഒരു അവസ്ഥയായിരിക്കാം ചിലപ്പോൾ. ബ്രോക്കൺ ഡ്രീംസ് ആണ്. നിങ്ങളുടെ എല്ലാവിധ സ്വപ്നങ്ങളും പൂർണ്ണമായിട്ടും അവസാനിച്ച് പോയിക്കൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ അത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ പോയിരിക്കുന്നത്. പക്ഷെ ആ ഒരു അറ്റം അല്ലെങ്കിൽ ആ ഒരു തുമ്പെത്തിയ സമയത്താണ് ഇവർക്ക് ആ ഒരു കാഴ്ചപ്പാടുകൾക്ക് വ്യത്യസ്തത വന്നിരിക്കുന്നതും അതുപോലെ സത്യം എന്താന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നതും. അതുകൊണ്ടാണ് ഈ ഒരു അറ്റപറ്റി എത്തിയ സമയമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓഫർ നിങ്ങളിലേക്ക് തരാനായിട്ട് ഇവർ ശ്രമിക്കുന്നത്. ആ ഒരു റൊമാൻസ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു സ്നേഹം ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ ഒരു സക്സസ് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് എല്ലാ രീതിക്കും ഇനിയുള്ള ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനെല്ലാം ത്യജിച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളാണ് ഒരു കംഫർട്ട് സോൺ എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് വരികയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന കൺഫ്യൂഷൻസ് ഒന്നും തന്നെ നിങ്ങളുടെ കാര്യത്തിലോ അവർക്ക് ഇപ്പോൾ ഇല്ല എന്നുള്ള സത്യം നിങ്ങളുടെ അടുത്ത് ബോധ്യപ്പെടുത്താനായിട്ടും അത് നിങ്ങളോട് തുറന്നു പറയാനായിട്ടും അവരിപ്പോൾ ആഗ്രഹിക്കുന്നു. കാരണം അവർക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ബിൽഡിംഗ് വേണം. ബിൽഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിത്തറ ബിൽഡ് ചെയ്തിട്ട് അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുവരണം. അത്രത്തോളം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ ഒരു ബന്ധത്തിനെ പോലും അല്ലെങ്കിൽ ഈ ഒരു സ്നേഹത്തിനെ പോലും ഈ ഒരു റിലേഷൻഷിപ്പിനെ അത്രയും വാല്യൂബിൾ ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മിസ്സാക്കാനായിട്ട് സാധ്യമല്ലാത്ത ഒരു ബന്ധം തന്നെയാണിത്. ജീവിതത്തിൽ മറ്റെന്തൊക്കെ സിറ്റുവേഷൻസിന് ഇനിയിപ്പോൾ ത്യാഗം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബന്ധം നിലനിർത്താനായിട്ടും നിങ്ങളുടെ സ്നേഹം നിലനിർത്താനായിട്ടും അവരിപ്പോൾ തയ്യാറാണ്. അതിന്റെ ഒരു സോഴ്സ് മാത്രമാണ് അവർക്ക് ഇനി വേണ്ടത്. അത് ഏത് രീതിയിലാണെന്നുള്ള സോഴ്സ്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിൽക്കുന്ന ആ ഒരു പേടിയും ഭയവും ഒക്കെ കാരണമായിരിക്കാം അവർ ഇത്രത്തോളം ആ ഒരു സോഴ്സിനെ കുറിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നത്. അവർക്ക് ഏത് രീതിയിൽ സ്റ്റെപ്പ് എടുക്കണം എന്നുള്ളത് അറിയാതെ നിൽക്കുന്നതിനുള്ള കാരണം അത് തന്നെയാണ്. എന്ത് രീതിയിലാണെങ്കിലും ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം ഒരു ആകർഷണവും നിങ്ങളുടെ എനർജി തന്നെയാണ് തീർച്ചയായിട്ടും അവരെ ഈ ഒരു ചിന്തയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നിങ്ങൾ പുറകെ നടന്ന സമയത്ത് ഒരു വാല്യൂ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ബാക്കിലേക്ക് വലിഞ്ഞിട്ട് നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് ആ ഒരു സെൽഫ് ലവിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് വാല്യൂ കൊടുത്ത ടൈമിലാണ് ഇവരുടെ എനർജി ലോ ആയി പോയിരിക്കുന്നത്. നിങ്ങളുടെ എനർജി ലോ ആയ സമയത്ത് ഇവർ ഹൈ എനർജിയിലാണ് നിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ റീചാർജ് ചെയ്ത് ആ ഒരു ഹൈ വൈബ്രേഷനിലേക്ക് എത്തിയപ്പോൾ അപ്പോഴാണ് ഇവരെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. അത്രയും നാൾ ഇവർ വിചാരിച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെ കാര്യത്തിൽ ഇവരില്ലാതെ ഒന്നുമില്ല, ഇവരാണ് എല്ലാം എന്നൊരു ചിന്തയായിരിക്കും. നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും സാധിക്കില്ല എന്നൊരു ചിന്തയായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്നുള്ള തിരിച്ചറിവ് വന്നപ്പോഴും ആ തിരിച്ചറിവ് വരാനായിട്ട് എന്തായാലും ഒരു തണ്ടർബോൾട്ട് ആണ്, ഒരു വലിയ അടി ഇവർ ലൈഫിൽ നേരിട്ടിട്ടുണ്ട്. എങ്കിൽ പോലും ആ ഒരു കാര്യം നേരിട്ട സമയത്താണെന്നുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. അവരെ തന്നെ അവർ ക്ലെൻസ് ചെയ്തിട്ട് പുറത്തേക്ക് വരാനായിട്ട് അവർക്ക് കഴിഞ്ഞു. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു തിരിച്ചറിവ്, ഒരു ദൈവിക വിളിയാണ്. തണ്ടർബോൾട്ട് എന്ന് പറയുമ്പോഴേക്കും ദൈവത്തിന്റേതായ ദൈവികമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് അവർ നേരിട്ടിരിക്കുന്നത്. തിരിച്ചറിവിന്റെ തിരിച്ചടി. Okay, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ സ്പ്രെഡ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു രീതിയിലൊക്കെയാണ് ഇവിടെ നോക്കി കാണുന്നത്. അവർക്ക് ഈ ഒരു ബന്ധത്തിനെ ഒരു രീതിക്കും നഷ്ടപ്പെടുത്താനായിട്ട് സാധ്യമല്ലാത്ത ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ആയിട്ടോ
നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടോ ഒക്കെ ഇതിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അശ്വതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. ഉത്രം എന്നൊരു സ്റ്റാർ, UAE വന്നിട്ടുണ്ട്. വിശാഖം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. 37, R എന്നൊരു ലെറ്റർ, വയനാട്. V എന്നൊരു ലെറ്റർ, 38 വന്നിട്ടുണ്ട്. 1982, ലിയോ എന്നൊരു സോഡിയാക് സൈൻ, സ്കോർപ്പിയസ് എന്നൊരു സോഡിയാക് സൈൻ, തിരുവോണം, മൂലം എന്നൊരു നക്ഷത്രം വന്നിട്ടുണ്ട്. C എന്നൊരു ലെറ്റർ, അക്വേറിയസ്. അതർ കൺട്രീസ് വന്നിട്ടുണ്ട്. 27, കാലിക്കറ്റ് വന്നിട്ടുണ്ട്. മകം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന 38 ആണ്. അതുകൂടാതെ നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു നമ്പേഴ്സ് എന്ന് പറയുന്നത് 9, 2, 3, 7, 9 റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. 8, 4, 10 ഒക്കെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു നമ്പേഴ്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങളുമായിട്ടും നിങ്ങളുടെ പേഴ്സണുമായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടും ഒക്കെ നിങ്ങൾക്ക് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ ഒന്ന് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് അറിയിക്കാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.